വീണ്ടും ടെലിവിഷൻ സീരിയലുകൾക്കെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ഇപ്പോഴും പല സീരിയലിന്റെയും ഉള്ളടക്കം നിലവാരമില്ലാത്തതാണെന്നാണ് വിമർശനം. സിനിമകൾക്കും വിമർശനം ഉയർത്തുന്നുണ്ട്. സിനിമകളിലൂടെ തെറ്റായ സന്ദേശം നൽകരുത്, പ്രമേയങ്ങളിലും വലിയ ആശങ്കയുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു. ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളും ഒക്കെ എൻഡോസൾഫാൻ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ്. അതിനകത്ത് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ്. പല സിനിമകളും നമ്മൾ മനുഷ്യരിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന, മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന, കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ, സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്. വിവരങ്ങൾ നൽകാനായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, സമീപകാലത്തായി നിരവധി അക്രമ സംഭവങ്ങൾ നടക്കുന്നു. അതിന് സിനിമ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്നുള്ളൊരു പ്രതികരണമാണ് പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായി സീരിയലുകൾക്കെതിരെയും പ്രേംകുമാറിന്റെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായിരുന്നു. അതന്ന് വലിയ വിവാദമായിരുന്നു. ഈ വിഷയത്തിൽ സിനിമാ സീരിയൽ ലോകം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹിമായി സംസ്ഥാന ടെലിവിഷൻ അവാർഡ് വേദിയിലാണ് ഈ പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. പല സിനിമകൾക്കും സീരിയലുകൾക്കും നിലവാരമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഹിംസയൊക്കെ തന്നെ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ്. അതായത് വെറും അക്രമ സ്വഭാവങ്ങൾ, ആ ഒരു ചിന്തകൾ മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്ന സിനിമകളും സീരിയലുകളുമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാധീനം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്നുള്ള ആശങ്കയൊക്കെ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സിനിമാ മേഖലയിലൊക്കെ തന്നെ സമഗ്രമായ ഒരു മാറ്റം കൊണ്ടുവരണമെന്നും കൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇത്തരം ഈ സിനിമയിൽ കൂടി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ള യുവാക്കളെയൊക്കെ തന്നെ വലിയ രീതിയിൽ അവർക്ക് പ്രചോദനമാകുന്നത്. സമീപകാലത്ത് ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള അക്രമ സ്വഭാവങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇന്നും വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേൽക്കുന്ന, അതിക്രൂരമായി തന്നെ മർദ്ദനമേൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും പല ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ തന്നെ ആ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സിനിമകളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ കാര്യത്തിൽ തങ്ങൾക്കും ആശങ്കയുണ്ട് എന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ സിനിമകളുടെയും സീരിയലുകളുടെയും നിലവാരം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാം. കാരണം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാർ ഇതേ നിലപാട് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് പല സംഘടനകളൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, തീർച്ചയായും സിനിമാ സീരിയലുകളുടെ ഉള്ളടക്കത്തെയും അതിന്റെ നിലവാരമില്ലായ്മയുമാണ് രൂക്ഷമായി പ്രേംകുമാർ വിമർശിക്കുന്നത്. വിവരങ്ങളാണ് ജിബിൻ ജെബി നൽകിയത്.